ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ജൂൺ 13-ന് ഇറാന്റെ മുതിർന്ന സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നു. ഇതോടെ മാനസികമായി തളർന്ന ഖമനേയി ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രഹസ്യ ഭൂഗർഭ അറയിൽ ഖമനിയെ ഒളിപ്പിച്ചിരിക്കുന്നതായാണ് ഇറാൻ സൈനിക മേധാവികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മാറ്റിവെച്ച് ഏകാന്തതയിലാണ് ഖമനേയി കഴിയുന്നത്. കാരണം ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഉപഗ്രഹം വഴി ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ വധിക്കുന്നത്. ബങ്കറിൽ കഴിയുന്ന ഖമനേയിക്കൊപ്പം കുടുംബവും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റവല്യൂഷണറി ഗാർഡിന്റെ അമർ യൂണിറ്റിനാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയെന്നാണ് വിവരം. വെടിനിർത്തലിന് ശേഷവും ഖമനേയിയെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കാം എന്നൊരു വാദവുമുണ്ട്. അതിനാലാണ് കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആയത്തുള്ള അലി ഖമനേയി മരിച്ചതായി നേരത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ഇറാൻ തള്ളിക്കളയുകയും ചെയ്തു. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമനേയി. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ശക്തമായി ഭരണം നടത്തുന്ന അദ്ദേഹം സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുന്ന വ്യക്തിയാണ്.